ടോവിനോ സമരത്തെ പിന്തുണയ്ക്കുന്നു. തൊട്ട് പിന്നാലെ ടോവിനോയുടെ വീട്ടിലേക്ക് യുവമോർച്ച മാർച്ച് നടത്തുന്നു. അപ്പോൾ മോഹൻലാലിൻ്റെ മകൾ സമരത്തെ പിന്തുണയ്ക്കുന്നു. ശ്രീ മേജർ രവിക്ക് പോലും അവർക്ക് രാഷ്ട്രീയം അറിയില്ല എന്ന് പറയേണ്ടി വരുന്നു. അഹാന സമരക്കാർക്ക് പിന്തുണ നൽകുന്നു. സുരേഷ് ഗോപിയുടെ ഇളയ മകൻ പിന്തുണച്ചതായി ഒരു വാർത്ത കണ്ടു. അങ്ങനെ BJPയോട് അടുത്ത് നിൽക്കുന്ന ആളുകൾക്കിടയിൽ നിന്ന് പോലും, അല്ലെങ്കിൽ ആ ആശയത്തെ എതിർക്കാത്ത ആളുകളുടെ വീട്ടിൽ നിന്ന് പോലും പിന്തുണ വരികയാണ്. ഇവരെല്ലാം പിന്തുണച്ചിരിക്കുന്നത് ഇതിനകത്ത് ചില പല മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. കാക്രോച്ച് എന്ന് പറയുന്ന ഈ PRO ഏജൻസി അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു മാറ്റവും ഇല്ലല്ലോ. അതിൻ്റെ പേരിലൊരു സപ്പോർട്ട് എന്നുള്ളതൊക്കെ ആയിരുന്നു ആദ്യം പറഞ്ഞത്. പക്ഷെ വിദ്യാർത്ഥികൾ, ലെറ്റ് us അണ്ടർലൈൻ ദാറ്റ്, സ്റ്റുഡൻസ്, ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് നമ്മളെല്ലാം പറയുന്ന പോലെ തന്നെ നമ്മളെല്ലാം എൻകറേജ് ചെയ്യുന്ന നാളത്തെ യൂത്ത് എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഇവർ തന്നെയാണ്. എന്നിട്ട് അപ്പം അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതിൽ അവർ അച്ഛന്മാരുടെ രാഷ്ട്രീയം എന്ത് അല്ലെങ്കിൽ അമ്മയുടെ രാഷ്ട്രീയം എന്ത് എന്ന് നോക്കാതെ ചെറുപ്പക്കാർക്ക് അവരുടേതായിട്ടുള്ള ചിന്താ രീതികളുണ്ട്. അതിനകത്ത് നമ്മൾ ഒന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. കാരണം അവർക്ക് ചിന്തിക്കാനുള്ള പ്രായമായിരിക്കുന്നു, എല്ലാം ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അവരഭിപ്രായം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അത് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ അമ്മയോട് ചോദിച്ചിട്ടോ ആവില്ല. അത് മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ അപ്പം അതുകൊണ്ട് അത് നിങ്ങൾ ഇന്ന ആളുടെ മകൾ പറഞ്ഞു അതുകൊണ്ട് BJPക്കാർ പോലും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. സപ്പോർട്ട് ചെയ്യുന്ന ഞാനെന്നുള്ള വ്യക്തി, ഞാനതിൽ നേരത്തെ പറഞ്ഞു താഴത്തൊന്നും എഴുതില്ലേ, മേജർ രവി എന്നുള്ള വ്യക്തി ശക്തമായിട്ട് വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് നാളത്തെ നമ്മുടെ ഫ്യൂച്ചർ തന്നെയാണ്. ഇങ്ങനൊരു ചെറിയൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നെങ്കിൽ അത് അന്നേ ഗവൺമെൻറ്. പക്ഷേ അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താണ് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള മന്ത്രിയല്ലാതെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആരെല്ലാം ഇതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു ഈ പേപ്പർ ലീക്കിൽ അവർക്കെല്ലാം പണിഷ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, നടക്കുന്നുണ്ട്. ഇന്നലെ രാത്രി മോദിജി അത് പറയുകയും ചെയ്ത് ഇതിനായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു ആക്ഷൻ ഞാൻ എടുത്തിരിക്കുമെന്നുള്ളൂ. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. അതിനുശേഷം നമ്മൾ പിന്നെയും നമ്മൾ ഗവൺമെൻറ്റിനെ വീഴ്ത്താനുള്ളതാണ് അല്ലെങ്കിൽ ഗവൺമെൻറ് മുട്ടുകുത്തി ഇതൊക്കെ പറയുന്നത് കേൾക്കുന്ന സമയത്ത് എഗെയിൻ ദർ ഇസ് സംതിങ്, ഒരു ചെറുതായിട്ടുള്ളൊരു ബാലിശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തോന്നാടോ ഇത്, എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഫസ്റ്റ് ഓഫ് ഓൾ ഈ പേപ്പർ ലീക്ക് എന്നുള്ളത് അത് പാരമ്പര്യമായിട്ട് എല്ലാ വർഷങ്ങളിലും IPS IAS അതുപോലെ തന്നെ ഈ നീറ്റിൻ്റെ എക്സാമിനേഷൻ ഇതെല്ലാം, കാരണം ഇതെല്ലാം ഇൻവോൾവ് ആവുന്നത് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപയാണ്. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞു കേട്ടില്ലേ. ഈ രൂപ ഇൻവോൾവ് ആവുന്നത് ഒരു കറപ്ഷനാണത്. അപ്പോൾ ആ കറപ്ഷൻ പോലെ തന്നെ ആയിരിക്കണം ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഓരോരുത്തരെയും നേരിടേണ്ടതും. അതിന് വിദ്യാർത്ഥികളെ ഇതുപോലെ റോട്ടിലേക്ക് ഇറക്കേണ്ട ഒരു അവസ്ഥ വരാൻ പാടില്ലായിരുന്നു. അതിന് മുന്നേ തന്നെ ഇത് കേട്ട വഴിക്ക് തന്നെ ഇതിന് എന്താണ് ചെയ്യേണ്ടത്, അതിന് ആദ്യമായിട്ട് തന്നെ നമ്മൾ പെട്ടെന്ന് പ്രധാനെ ഒഴിവാക്കൂ എന്നുള്ളതല്ല, അതിൻ്റെ താഴത്തുള്ള എത്രയോ ആളുകളിലെ. അപ്പം അങ്ങനെയാണ് എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, എത്ര കോൺഗ്രസിൻ്റെ സമയത്ത് 2014 വരെ 19, 9, 13 കേസുകൾ ഇതിലുണ്ടായിട്ടില്ലേ, ഒരു മന്ത്രിയും റിസൈൻ ചെയ്തിട്ടില്ല. അപ്പം അതല്ല ക്വസ്റ്റ്യൻ ഇവിടെ. ഇവിടെ ഇപ്പോഴത്തെ എന്താണ്, ഈ സിനിമാക്കാരുടെയൊക്കെ മക്കൾ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആ യൂത്തിൻ്റെ മൈൻഡാണത്. ബിക്കോസ് നാളെ ഞങ്ങൾക്കിത് വരരുത് എന്ന് പറഞ്ഞിട്ട് അവരവരുടേതായിട്ടുള്ള അഭിപ്രായം പറയും. അതിന് അവരുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ആശയങ്ങളാണെന്നുള്ളത് നിങ്ങൾ പറയുന്നതും തെറ്റാണത്. ഇന്നാളുടെ മകളായതുകൊണ്ട് അത് മോഹൻലാലിന്റെ മകളുടെ പ്രതികരണത്തെ എതിർത്തത് ശരിയായിരുന്നോ? അതിലിപ്പോൾ ഒരു പശ്ചാത്താപം ഉണ്ടോ? അത് ഉത്തരം പറ. ഞാൻ എതിർത്തിട്ടില്ല, ഞാൻ അപ്പോഴും എതിർത്തിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറിയാം, ആ കുട്ടിക്ക് രാഷ്ട്രീയം എന്നുള്ളത് അറിയില്ല. പലരും എൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങളാരാ മോഹൻലാലിൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് വാദിക്കാന്നുള്ളൊരു ചോദ്യമൊക്കെ ഞാൻ പലയിടത്തും കേട്ടിരുന്നു. ഞാൻ ഈ കുടുംബമായിട്ട് ഈ കുട്ടിയെല്ലാം ജനിക്കുന്നത് പോലും ഞാൻ ആ സമയത്ത് പോലും ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പുണ്ട്. ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് എങ്ങനെയാണത് ഉണ്ടായത്, ആ കുട്ടിക്ക് എന്താണെന്നുള്ളത് എനിക്കറിയാം. കാരണം കുട്ടിയായിരിക്കുന്ന സമയത്ത് പലപ്പോഴും സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് വഴിയിൽ ആരെങ്കിലും ഒരു സ്ട്രീറ്റ് ഡോഗിനെ കല്ലെടുത്തെറിഞ്ഞാൽ മുഴുവൻ ദിവസം ഇരുന്ന് കരയുന്ന ഒരു കുട്ടീനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ അത്രയും ഇൻവോൾവ് ആയിട്ടുള്ള, അതുകൊണ്ടാണ് ഞാൻ മായയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞത്. നല്ല രസമുണ്ട്. പിന്നെ മായയായിട്ട് ഞാൻ ഇതുവരെ സംസാരിച്ചിട്ട് പോലുമില്ല, എനിക്ക് എന്താണെന്നുള്ള ഒന്നും അറിയില്ല. അത് മായയുടെ വികാരം ശരിയാണ്. പലരും പറഞ്ഞു അത് മായയ്ക്കത് ചിന്തിക്കാനുള്ള കഴിവില്ലേ, എന്തുകൊണ്ട് നിങ്ങൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കുന്നത്. ഞാൻ പ്രൊട്ടക്റ്റ് അല്ല പറഞ്ഞത്. ഞാൻ ആ കുട്ടിയുടെ എന്താണ് സ്വഭാവം പെട്ടെന്ന് മനസ്സലിയുന്നതാണ്. അതുകൊണ്ടെന്താണ് ഒരു കുട്ടീനെ അടിക്കുന്ന കണ്ട മായ, ആ മായയുടെ വികാരമായിരുന്നു മായ എഴുതിയത്. ബാക്കിയുള്ളവനെ കൂടെ മണ്ടനാക്കാൻ വേണ്ടി അല്ലാതെ അതിനകത്ത് വേറെ ഒരു സപ്പോർട്ടൊന്നും ഒന്നും എഴുതിയിട്ടില്ല.
ആ കുട്ടിയെ അടിക്കാൻ പാടില്ലായിരുന്നോ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് ആ കുട്ടിയുടെ സ്വഭാവം എനിക്ക് അറിയാവുന്നതുകൊണ്ട് അതിനു വേണ്ടി മാത്രമായിട്ട് ഞാൻ വേറെ ആരെക്കുറിച്ചും ഒന്നും പറഞ്ഞില്ലല്ലോ. ശ്രീ കാരശ്ശേരി, എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. വിനു, ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി ചെയ്യുന്നതിന് മുൻപേ ശ്രീ മേജർ രവിയോട് 2 കാര്യങ്ങൾ പറയട്ടെ. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. അദ്ദേഹം ഞാൻ വികാരം കൊണ്ടു എന്ന് ഒരു പരാതിയായിട്ടോ പരിഹാസമായിട്ടോ പറഞ്ഞു. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ വികാരം കൊണ്ടു. ഇന്ത്യ മറ്റ് രാഷ്ട്രങ്ങളുടെ മുമ്പിൽ നാണം കെടുന്നതിനെപ്പറ്റി ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു വികാരമുണ്ട്. പിന്നെ ഞാൻ നീണ്ട 34 കൊല്ലം അധ്യാപകനായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികളുടെ കാര്യം വരുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും വികാരം വരും. എന്താ ഉറക്കം വരുന്നു? അത് ഒരു സഹജ പ്രകൃതിയാണ്. അതിനെപ്പറ്റി നാണിക്കാനൊന്നുമില്ല എന്നാണ് എൻ്റെ തീർപ്പ്. പിന്നെ അദ്ദേഹം പറഞ്ഞതായിട്ട് ഇപ്പം അദ്ദേഹം ആവർത്തിച്ചതായിട്ടും കണ്ടൊരു കാര്യം, ശ്രീ മോഹൻലാലിൻ്റെ മകള് വിസ്മയക്ക് രാഷ്ട്രീയം അറിഞ്ഞുകൂടാന്ന. രാഷ്ട്രീയം എന്ന് പറഞ്ഞത് എന്താ? അത് ഒരാളുടെ നീതിബോധമാണ് രാഷ്ട്രീയം. വേറെ ഒന്നിൻ്റെ പേരല്ല. നിങ്ങൾ ഏത് പാർട്ടിയിൽ അംഗമാണ്, അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ അംഗമാണോ, നിങ്ങൾ ഏത് കൊടി പിടിക്കുന്നു, ഏത് ചിഹ്നത്തിന് വോട്ട് ചെയ്യുന്നു, ഏത് നേതാവിന് സിന്ദാബാദ് വിളിക്കുന്നു, ഇതിനെ അല്ല രാഷ്ട്രീയം എന്ന് പറയാം. അത് പാർട്ടി കൂറാണ്, കക്ഷി രാഷ്ട്രീയമാണ്. നേരെ മറിച്ച് ഒരു പെൺകുട്ടിക്ക് തല്ലുകൊണ്ടപ്പോൾ അതിനെതിരായിട്ട് വിസ്മയ പ്രക്ഷുബ്ധയായി എന്ന് വന്നാൽ ആ പ്രക്ഷോഭത്തിനെയാണ്, ആ നീതിബോധത്തിനെയാണ് രാഷ്ട്രീയം എന്ന് പറയാം. അത് വേറൊരു സാധനമല്ല. സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, അന്യായത്തിനെതിരായിട്ട്, അക്രമത്തിനെതിരായിട്ട് നമ്മൾ നിലപാടെടുക്കുന്നു, അതിനുവേണ്ടി നമ്മൾ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ജാഥ വിളിക്കുന്നു. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അല്ലെ ജാഥ വിളിക്കുന്നില്ല, അല്ലെങ്കിൽ എഴുതുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി ജീവിക്കുന്നു. ഇതിനെയാണ് രാഷ്ട്രീയം എന്ന് പറയാം. അപ്പോൾ രാഷ്ട്രീയം അറിയാം വിസ്മയക്ക് എന്നുള്ളത് കൊണ്ടാണ് അവർ ഈ സമരത്തെ പിന്തുണയ്ക്കുന്നത്. സോറി, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. 2018 കേരളത്തിൽ വലിയ 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 മഹാപ്രളയം ഉണ്ടായി. ഈ സമയത്ത് നമ്മുടെ ചെറുപ്പക്കാർ കാണിച്ച സേവന മനസ്ഥിതി, ഇതൊരു നടത്തു പോണ മാതിരില്ല. അവർ കാണിച്ച സഹായ മനസ്ഥിതി, അവർ കാണിച്ച സാമൂഹ്യ പ്രതിബദ്ധത, അത് കണ്ടപ്പോഴാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഈ അളവിൽ രാഷ്ട്രീയ ബോധമുണ്ട് എന്ന്, ഇപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറയാം, എനിക്ക് ഉത്തമ ബോധ്യമായത്. അങ്ങനെ വേറെ ഒരാൾക്ക് വേണ്ടി വിഷമിക്കാൻ, വേറെ ഒരാളുടെ പ്രശ്നം അവനവൻ്റെ പ്രശ്നമാണെന്ന് എടുക്കാൻ സാധിക്കുന്ന ഈ ബോധത്തെയാണ്, ഈ തന്മയീഭാവത്തെയാണ്, ഈ എമ്പതിയെയാണ് രാഷ്ട്രീയം എന്ന് പറയാം. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.